ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ്, പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവല് വിളയിച്ചിൽ നിന്നാണ്. അവല് വിളയിച്ച് നമുക്ക് ഒരു ചായയുടെ കൂടെയും അതുപോലെ തന്നെ വൈകുന്നേരം കാപ്പിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു ചെറിയ പലഹാരമാണ് അവല് വിളയിച്ച. അതിന് ഞാൻ ഇവിടെ കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിടാൻ വേണ്ടി കാഷ്നട്ട്, അതുപോലെ തന്നെ ബദാം പരിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ്, സാധാരണ പരിപ്പ്, അതുപോലെ എള്ള്, അതുപോലെ തന്നെ തേങ്ങ, ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ട്. പാനി നമ്മളത് അരിച്ച് വേണം ഒഴിക്കാൻ, അതിനകത്ത് ചിലപ്പം കരടുണ്ടെങ്കിൽ അത് മാറിക്കോളും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് അല്പം ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിന് അവല് വിളയിക്കാൻ വേണ്ട ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കാഷ്നട്ടും എല്ലാം നമുക്കൊന്ന് നെയ്ക്കകത്തുനിന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വറുത്തെടുത്തിട്ട് ശേഷം നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ തേങ്ങ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി അതിലേക്ക് അരിച്ചൊഴിക്കാവുന്നതാണ്. ശർക്കരപ്പാനി ഒഴിച്ച ശേഷം നമുക്ക് അവലും ചേർത്ത് ശരിക്കും മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്ത ശേഷം അവസാനം നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും ചേർത്ത് നമുക്കത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വരാം. ഹലോ, അപ്പം നമ്മുടെ അവല് വിളയിച്ച് റെഡി ആയിരിക്കുകയാണ്. ഇതുണ്ടോ, അതാണ് നമ്മുടെ അവല് വിളയിച്ചത്. കാഷ്നട്ട്, അപ്പോൾ തന്നെ ബദാം പരിപ്പ് എല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കിയതാണ്. ഇനി നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അവല് വിളയിച്ചെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, ആവശ്യത്തിന് മധുരം, അതുപോലെ തന്നെ നെയ്യുടെ ഒക്കെ ആ ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ അവല് വിളയിച്ചെടുക്കാവുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you next time. Thank you. Bye.